ചാനൽ. അപ്പോൾ ഇന്ന് സദ്യ സീരീസിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മധുര പച്ചടിയാണ്, അതായത് പൈനാപ്പിൾ പച്ചടി. നമുക്ക് സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നല്ലേ പൈനാപ്പിൾ പച്ചടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പൈനാപ്പിൾ ആണ്, ഏകദേശം 1 കപ്പ് വരും ഇത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പുളിയുള്ളതാണ്, അധികം നല്ല മധുരമുള്ള പൈനാപ്പിൾ അല്ല, കുറച്ച് അത്യാവശ്യം പുളിയുള്ള പൈനാപ്പിൾ ആണിത്. പിന്നെ അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയും 2 പച്ചമുളകും കുറച്ച് കടുകും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ജീരകം ചേർക്കാം. ഞാനിവിടെ ജീരകം ചേർക്കുന്നില്ല, ചില സ്ഥലങ്ങളിൽ ജീരകം ചേർത്തിട്ട് അരക്കാറുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ചാലിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല വേവുള്ളതാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചട്ടിയിലാണിത് വേവിച്ചെടുക്കാൻ വേണ്ടി. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇത് വേവേണ്ടി വരും. അതിനകത്തോട്ട് ഞാൻ കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമ്മുവാണ്. അപ്പം തന്നെ ഇതിനകത്തോട്ട് വെള്ളം വന്നോളും, അതുകൊണ്ടാണ്. അപ്പം പിന്നെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിങ്ങനെ ഉപ്പ് നന്നായിട്ട് പിടിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. കണ്ടില്ലേ, തിരുമ്മിയപ്പോൾ തന്നെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിരുമ്മിയപ്പോൾ തന്നെ നന്നായിട്ട് ഇതിനകത്ത് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വെള്ളം ഇല്ലെങ്കിലും ഒഴിച്ചു കൊടുത്താലും മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇനിയും ഇതിനകത്ത് വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പം ഞാൻ ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുറവായിട്ട് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാൻ ഇവിടെ 2 പച്ചമുളകും ഈ തേങ്ങയും ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുവാണ്. എന്നിട്ട് ലാസ്റ്റ് കടുക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. എപ്പോഴും ഞാൻ പറയാറില്ല അതുപോലെ തന്നെ, അല്ലെങ്കിൽ കടുക് മുഴുവനായിട്ട് കടുകും കൂടെ നന്നായിട്ട് അരിഞ്ഞു പോകും. കടുക് നമുക്ക് ജസ്റ്റ് ചതച്ച് കിട്ടിയാൽ മതി. ഇതിനകത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ജസ്റ്റ് ഇത് മുങ്ങാനുള്ളൊന്ന് വെള്ളം മാത്രം. ഞാനിത് അരച്ചെടുക്കുവാണ്. നമുക്ക് ഇതിനകത്തോട്ട് കടുകും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം, കടുക് മാത്രം. തേങ്ങ ഓൾറെഡി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഒരു തേങ്ങയുടെ അര. പച്ചടി ഇതാ, പൈനാപ്പിൾ പച്ചടി ഇപ്പം പൈനാപ്പിളൊക്കെ നന്നായിട്ട് വന്നിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റായി ഞാൻ വേവിക്കുന്നത്. മുളക് പൊടിയുടെ നല്ല കളറുണ്ട് കേട്ടോ ഇതിന്. ഇനി അതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ തേങ്ങ എടുത്ത പാത്രത്തിൽ കഴുകിയ വെള്ളം. ഇതൊന്ന് നന്നായിട്ട് തിളക്കണം ഒരു 5 മിനിറ്റ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇതിന് ഉപ്പ് നോക്കി, ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്, കാരണം നല്ല പുളിയുണ്ട് പൈനാപ്പിളിന്, അപ്പോൾ അത് കോമ്പൻസേറ്റ് ആയിക്കോളും. പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ആയാലും ചേർത്താൽ മതി, ബട്ട് പൈനാപ്പിൾ പച്ചടിക്കൊക്കെ നല്ലത് പഞ്ചസാര ചേർക്കുന്നതാണ്. നമുക്കിത് നോക്കി കൊടുക്കാം. ഇതിപ്പം 5 മിനിറ്റ് ആയി, നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് തിളച്ച് കുറുകി. ഞാൻ 1 ടീസ്പൂൺ കൂടെ പഞ്ചസാര ഇട്ടായിരുന്നു. ടോട്ടൽ ഞാൻ 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ 6 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ തൈര് ഒഴിച്ചു ഒന്ന് ചൂടായി. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്.
പിന്നെ വേറൊരു കാര്യം, നമ്മുടെ പൈനാപ്പിളിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഈ പൈനാപ്പിളിന് അത്യാവശ്യം നല്ല പുളിയുണ്ട്, ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് തൈര് ഒഴിച്ചു കൊടുത്തിട്ടില്ല. പഞ്ചസാരയും ചേർത്തിട്ടാണ് അതൊന്ന് അഡ്ജസ്റ്റ് ആയി വന്നത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമുക്ക് ഇതിനകത്തോട്ട് കടുക് ചാലിച്ചൊഴിക്കാം. ചാലിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കടുക് ഇടുവാണ്. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി. സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.